കേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങൾ. സർവേയെക്കുറിച്ച് സിപിഎമ്മിന് മുൻകൂർ അറിവുണ്ടായിരുന്നുവെന്ന് കോടതി. സർക്കാർ ഉത്തരവ് വരുന്നതിന് മുൻപ് സിപിഎം പ്രവർത്തകർക്ക് കത്തയച്ചിരുന്നു. ഇക്കാര്യത്തിൽ വിശ്വസനീയമായ വിശദീകരണം നൽകാൻ സർക്കാരിനായില്ലെന്നും കോടതി വിമർശിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്നയാണ് ചേർന്നത്. ഷപ്ന, വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെ സർക്കാർ നേരിട്ടിരിക്കുന്നു. ഇതിപ്പോൾ പാർട്ടിക്കും കൃത്യമായ അറിവ് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അത് പ്രകാരമാണ് കാര്യങ്ങൾ നടപ്പാക്കിയതെന്ന് കോടതി തന്നെ നിരീക്ഷിച്ച് പറയുകയാണ്. എന്തെല്ലാമാണ് പരാമർശങ്ങൾ? സംഗീത, ഈ കേസുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനോട് കോടതി ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകണം എന്നാവശ്യപ്പെട്ടിരുന്നു. കാരണം ഹർജിക്കാർ ഉന്നയിച്ചിരുന്നത് ഈ നവകേരള സർവേക്ക് ഉത്തരവിടുന്നതിന് തൊട്ട് മുമ്പായി തന്നെ സിപിഎമ്മിന്റെ പാർട്ടി പ്രവർത്തകരോട് ഇതിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിച്ച് ഈ സംസ്ഥാന സെക്രട്ടറി കത്ത് എഴുതിയിരുന്നു എന്നാണ് ഹർജിക്കാർ കോടതിയെ അറിയിച്ചത്. ഇത് സംബന്ധിച്ചായിരുന്നു കോടതി വിശദീകരണം ആരാഞ്ഞിരുന്നത്. ഇതിനുശേഷമാണ് കോടതി ഈ എം.വി. ഗോവിന്ദന്റെ വിശദീകരണം പരിശോധിച്ചത്. എന്നാൽ എം.വി. ഗോവിന്ദൻ കോടതിയെ അറിയിച്ചിരുന്നത് ഇത് പാർട്ടി പ്രവർത്തകരോട് ഈ പരിപാടിയുമായി സഹകരിക്കണം എന്നാവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ മറ്റ് നടപടികൾ ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിട്ടുള്ളത് ഇത് മുമ്പ് അതായത് ഈ ഉത്തരവിന് മുമ്പേ തന്നെ സിപിഎം ഈ പരിപാടിയെ കുറിച്ച് അറിഞ്ഞിരുന്നു, പാർട്ടി പ്രവർത്തകരോട് ഇതിൽ പങ്കാളികളാകാൻ ആവശ്യപ്പെട്ടിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കുന്നു, രാഷ്ട്രീയ നേട്ടത്തിനായി ഈ സർവേ ഉപയോഗിക്കുന്നു എന്ന കാരണവും കോടതി ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊന്ന്, സാമ്പത്തികമായി ഇതിൽ 20 കോടി അനുവദിച്ചു എന്ന് പറയുന്നുണ്ട്. അതിൽ സാമ്പത്തിക ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. തുടർന്നാണ് ഈ സർവേ റദ്ദാക്കിയത്.